എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് എടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ചെറിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകം പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് പറയാത്തത് മെഷർമെൻറ്റ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതൊരു 10-15 മിനിറ്റ് വച്ചിരുന്നാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇല്ല സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇത് കുക്കറിൽ വേവിക്കുകയും ചെയ്യാം. എപ്പോഴാണോ നിങ്ങൾ വേവിക്കുന്നത് ആ സമയത്ത് ഇതിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. ഓരോ ബീഫിൻ്റെയും വേവ് പ്രത്യേകം ആയിരിക്കും. അപ്പോൾ എൻ്റെ ബീഫ് ഇതിനൊരു 8 വിസിലൊക്കെ വേണ്ടി വന്നു കേട്ടോ വെന്ത് വരാനായിട്ട്. ഇനി അത് വേവുന്ന സമയത്ത് നമുക്ക് ഒരു ഇടികല്ലിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും കുരുമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരിഞ്ജീരകം ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിലധികം തേങ്ങാക്കൊത്ത് ചേർത്തോളൂ കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണം ചേർക്കാൻ, ഞാൻ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും എല്ലാം നമ്മൾ ആ ചേർത്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2-3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ഇത് വഴൻ്റെ അങ്ങ് പോവുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കതിനകത്തേക്ക് വീണ്ടും കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയാണ് ചേർക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണമെന്നെങ്കിൽ നിങ്ങളിതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ല റോസ്റ്റ് ആയിട്ട് വേണമെന്നെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ റോസ്റ്റ് ആക്കിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ പരുവത്തിനാണ് ഇത് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പരുവത്തിൽ നമ്മുടെ റോസ്റ്റ് കിട്ടും. ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.